നാലാഞ്ചിറയിൽ ഭാര്യയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. കുടുംബകലഹവും ഭർത്താവിന്റെ സംശയരോഗവുമാണ് ഹസീനയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഭർത്താവ് ഒളിവിൽ തന്നെയാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഇരുവരും തമ്മിലുള്ള വഴക്ക് പലപ്പോഴും കയ്യാങ്കളിയിലേക്ക് എത്തിയിരുന്നു. ഇതോടെ വിഷയം പോലീസ് സ്റ്റേഷനിലെത്തി. ചൊവ്വാഴ്ച ഇരുവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിഷയം പരിഹരിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് വീട്ടിലേക്കെത്തി 24 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പാണ് ഈ കൊലപാതകം നടന്നത്. പിതാവുമായി പിണങ്ങി വീട് വിട്ടുപോയ അമ്മ കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയതിനെ തുടർന്ന് കുട്ടികൾ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ അവർക്ക് മുന്നിലിട്ടാണ് പിതാവ് അമ്മയെ ദാരുണമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. അമ്മ വീട്ടിൽ ഇല്ലാതിരുന്നതിനാൽ സ്കൂൾ തുറന്നിട്ട് ഇതുവരെ കുട്ടികൾ സ്കൂളിൽ പോയിരുന്നില്ല. കഴിഞ്ഞ ദിവസം മുതൽ ഇവർ സ്കൂളിൽ പോകാനിരിക്കുകയായിരുന്നു. എന്നാൽ പുലർച്ചെ അവരുണർന്നത് വലിയ ബഹളം കേട്ടാണ്. മുകൾ നിലയിലെ മുറിക്കുള്ളിൽ ചോരയിൽ കുളിച്ച് അമ്മ കിടക്കുന്നത് കണ്ട് ആ 4 കുട്ടികളും ഞെട്ടിവിറച്ചുപോയി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ് അമ്മയെ അച്ഛൻ കൊന്ന വിവരം പോലീസിൽ വിളിച്ചറിയിച്ചത്. മണക്കാട് സ്വദേശി ഹസീനയാണ് കൊല്ലപ്പെട്ടത്. 40 വയസ്സായിരുന്നു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ ഭർത്താവ് വട്ടിയൂർക്കാവ് സ്വദേശി സുരേഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. നാലാഞ്ചിറയിലെ വാടക വീട്ടിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 5 മണിയോടെയാണ് ഈ കൊലപാതകം നടന്നത്. ദമ്പതികൾക്കിടയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന കുടുംബ വഴക്കും സംശയരോഗവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. സുരേഷും ഹസീനയും 4 മക്കളും 4 മാസം മുൻപാണ് നാലാഞ്ചിറയിലെ ഈ വാടക വീട്ടിൽ താമസത്തിനെത്തുന്നത്. ഈ കുടുംബത്തിന് നാട്ടുകാരുമായോ അയൽവാസികളുമായോ യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല. കുറച്ചുനാൾ മുൻപ് ഹസീനയെ കാണാതായിരുന്നു. പിന്നീട് കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ തിരികെ വീട്ടിലെത്തിയത്. ഹസീന തിരിച്ചെത്തിയത് മുതൽ ഇരുവരും തമ്മിൽ തർക്കങ്ങൾ പതിവായിരുന്നു. ബുധനാഴ്ച രാവിലെയും സുരേഷും ഹസീനയും തമ്മിൽ വഴക്കുണ്ടായി. പിന്നാലെ കത്തി ഉപയോഗിച്ച് സുരേഷ് ഹസീനയുടെ കഴുത്ത് അറക്കുകയായിരുന്നു. ശേഷം ശുചിമുറിയിൽ കൊണ്ടുപോയി കത്തി കഴുകി കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. മാതാപിതാക്കളുടെ വഴക്കിനും കൊലപാതകത്തിനും സാക്ഷികളായ 4 മക്കളും നിലവിൽ പോലീസിന്റെ സംരക്ഷണയിലാണ്. ഹസീനയുടെ സഹോദരൻ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തുന്നത്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വട്ടിയൂർക്കാവ് സ്വദേശിയാണ് ഇലക്ട്രീഷ്യനായ സുരേഷ്. മണക്കാട് സ്വദേശിനിയാണ് ഹസീന. നാലാഞ്ചിറയിൽ 4 മക്കൾക്കൊപ്പം 4 മാസം മുമ്പാണ് ഇവർ ഇവിടെ വാടകയ്ക്ക് താമസം തുടങ്ങിയത്. 17നും 8നും ഇടയിലാണ് മക്കളുടെ പ്രായം. അമ്മൂമ്മയും ഇവർക്കൊപ്പം താമസിച്ചിരുന്നു. അതേസമയം സംഭവം നടന്ന ദിവസം അമ്മൂമ്മ ഇവിടെയില്ലായിരുന്നു.